അതെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പം ഇത് പൊട്ടറ്റോ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ ഞാൻ ചേർത്തത് ചെറുപയർ പരിപ്പും അതോടൊപ്പം സാമ്പാർ പരിപ്പുമാണ് കേട്ടോ. വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അത് കഴിക്കുന്ന നേരത്തെ അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട. എന്നിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് സവാളയാണ് കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞ സവാളയാണ് ചേർത്തത്. അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഞാനിത് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അവൾക്ക് പൊതുവേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്താൽ അങ്ങ് ചിലപ്പം കഴിക്കും കേട്ടോ. അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കല്ലേ, ഒരു വീഡിയോ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കിങ്ങനെ ടേസ്റ്റൊക്കെ മാറ്റി ഉണ്ടാക്കി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പൊടികളായിട്ട് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ ഗരം മസാല കേട്ടോ. ഇതാണ് ചേർത്ത് കൊടുത്തത്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എരിവ് വേണ്ടാന്ന് കരുതിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇട്ടത് മല്ലിയിലയാണ്. മല്ലിയില കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ബാക്കി അവിടെ വെച്ചതാണ് ലാസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിന് കുറച്ചൊരു വേവുണ്ടല്ലോ, അതുവരെ ഒന്ന് വേവിച്ചെടുക്കാവേ. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞു കൊടുത്താൽ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ബിരിയാണി റൈസായിട്ടോ വേവിച്ച് വെച്ചതാണ് ചേർക്കേണ്ടത്. ബിരിയാണി റൈസോ ബസ്മതി റൈസോ പൊന്നി അരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും വേവിച്ച് വെച്ചത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറുവരി, സാധാരണ നമുക്ക് ചോറ് വെക്കുന്നത് ഈ അരി കൊണ്ടാണ്. ഈ ചോറ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അവൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചോറിന് പകരം ഏത് റൈസാണോ അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക്